إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا أولئك هم المؤمنون حقا യഥാർത്ഥ വിശ്വാസികളാരാണ്? യഥാർത്ഥ മുഅ്മിനീങ്ങളാരാണ്? യഥാർത്ഥ സത്യവിശ്വാസികളാരാണ്? ഖുർആൻ തന്ന മറുപടി പറയുകയാണ്, ഞാനും നിങ്ങളെ വിശ്വാസികളാണെന്ന് വ്യാജേന നടക്കുകയല്ലേ, ഞാനും നിങ്ങളെ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ, നീ പഠിക്കുകയല്ലേ, നീ പിഴക്കുകയല്ലേ? അല്ലാഹുവാണ് പറയുന്നത്. 2 പ്രാവശ്യം ഇവിടെ മുഅ്മിനീൻ മുഅ്മിനീൻ എന്ന് അല്ലാഹു ഉപയോഗിച്ചു. ഇന്നമൽ മുഅ്മിനൂൻ, ആരാണ് മുഅ്മിനീങ്ങളെന്നറിയോ? ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും, അല്ലാഹു എന്ന് കേട്ടാൽ അവരുടെ ഹൃദയം പിടപിടിക്കുമത്രേ. എനിക്കും നിങ്ങൾക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മുഅ്മിനാ. പോലീസിന്റെ കാക്കി കാണുമ്പോ ഹൃദയം പിടപിടിക്കും. എവിടെ നിന്നോ സീറ്റ് ബെൽറ്റ് വലിച്ചിടും, എവിടെ നിന്നോ ഹെൽമെറ്റ് എടുത്ത് തലയിലിടും. കേവലം ഒരു 100 രൂപയ്ക്ക് വേണ്ടി കാക്കിയെ കാണുമ്പോ ഭയപ്പെടുകയല്ലേ നമ്മൾ? ഈ ഒരു ഭയപ്പാട് അല്ലാഹയെ കുറിച്ച് പറയപ്പെടുമ്പോ എന്റെയും നിന്റെ ഹൃദയത്തിലുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ മുനാഫിഖീങ്ങളല്ലേ, മുനാഫിഖീങ്ങളല്ലേ? വിശ്വാസികളുടെ ക്വാളിറ്റിയാണ് ഇവിടെ പറയപ്പെടുന്നതെങ്കിൽ ഈ ക്വാളിറ്റി ഞാനും നിങ്ങളുമായി ഒന്ന് തുലനം ചെയ്താൽ നമുക്കിതുമായി കുലബന്ധം പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സഹാബാക്കളാണ്, സഹാബാക്കളാ. ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയമേതാ പിടപിടയ്ക്കുകയാണ്, പിടപിടയ്ക്കുകയാണ്. നരകത്തെ കുറിച്ച് പറയുമ്പോ പേടിക്കുകയാണ്, നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് പറയുമ്പോ പേടിക്കുകയാണ്, ആരുടെ മണ്ണിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുമ്പോ ഭയപ്പെടുകയാ. ആരുടെ മണ്ണിനകത്തേക്ക് കൊണ്ടുവച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും സലാം ചൊല്ലി പിരിഞ്ഞു പോകുമ്പോ അവിടെ AC ഇല്ല, അവിടെ ലൈറ്റ് ഇടാൻ ആരുമില്ല, അവിടെ വെള്ളം തരാൻ ആരുമില്ല, അവിടെ പത്തലും കോഴിക്കറിയുമില്ല, അവിടെ ഞെരുക്കമാണ് കബറ്, ഞെരുക്കമാണ് കബറ്, തീയാണ് കബറ്, പാമ്പാണ് കബറ്, തേളാണ് കബറ്, പഴുതാരയാണ് കബറ്. ആ കബറിൽ കിടന്ന് നിലവിളിക്കുമ്പോ ആരും സഹായിക്കാൻ അവിടെ ഉണ്ടാകില്ല. സഹാബാക്കൾ ആ കബറിനെ കുറിച്ച് നബികൾ പറയുമ്പോ അവിടെ ഹൃദയം പിടപിടയ്ക്കുമായിരുന്നു. അതാണ് സഹാബാക്കൾ. ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം വേദനിക്കുകയാ. വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാനാ. പരിശുദ്ധ ആയത്തുകൾ അവരുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഓതണേ, വീണ്ടും ഒന്ന് പറയണേ, വീണ്ടും ഒന്ന് കേൾക്കണേ എന്നുള്ള ആവേശമായിരുന്നു, അനുകമ്പയായിരുന്നു, ആഗ്രഹമായിരുന്നു, അവരുടെ ഹൃദയത്തിളക്കമായിരുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എന്റെ കടങ്ങൾക്ക് മാറ്റം, എന്റെ കടങ്ങൾക്ക് പരിഹാരം അല്ലാഹുവാണ്, എന്റെ രോഗങ്ങൾക്ക് പരിഹാരം അല്ലാഹുവാണ്, എന്റെ കച്ചവടങ്ങൾക്ക് പരിഹാരം അല്ലാഹുവാണ്, എന്റെ ജീവിതത്തിന്റെ പരിഹാരം അല്ലാഹുവാണ്, എന്റെ രക്ഷാമാർഗം അല്ലാഹുവാണ്, എന്റെ മോചനത്തിന്റെ മാർഗം അല്ലാഹുവാണ്. സകലമായ വിഷയങ്ങൾക്കും അവർ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാണ്, അല്ലാഹുവിൽ തവക്കുലേൽപ്പിക്കുന്നവരാണ്. നേരം വെളുക്കുമ്പോ കട തുറന്നില്ല എങ്കിൽ ഞാൻ പട്ടിണിയാകുമെന്നാണ് ഒരാൾ ധരിച്ചു പോകുന്നുവോ അവൻ തവക്കുലില്ലാത്തവനാ, അവന്റെ തവക്കുല് കുറഞ്ഞു പോയവനാ. നേരം വെളുക്കുമ്പോ ആ ടൂറിഷ ഓടിച്ചില്ല എങ്കിൽ എന്റെ കുട്ടികളെ പട്ടിണിയാ, എന്റെ കുട്ടികൾ അവനാളത്തിലാണ് എന്ന് ധരിച്ചു പോയാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി സഹോദര. ആ ടൂറിഷയല്ല നമ്മുടെ അന്നം, കടയല്ല നമ്മുടെ അന്നം,
നമ്മുടെയല്ല നമ്മുടെയല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഓട്ടോറിക്ഷ ഒരു സബബ് മാത്രമാണ്, ദുബായിലെ സൂപ്പർ മാർക്കറ്റ് ഒരു സബബ് മാത്രമാണ്, ദുബായിലെ ഗ്രോസറി ഒരു സബബ് മാത്രമാണ്, ഈ ദുനിയാവിലെ കച്ചവടം ഒരു സബബ് മാത്രമാണ്. മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു ഈ കടയിലും ഈ കമ്പോളങ്ങളിലും ബർക്കത്തിറക്കിയാൽ മാത്രമേ അല്ലാഹു നമുക്ക് അവിടുത്തെ റിസ്ക് വിശാലമാക്കുകയുള്ളൂ. അതിന് നാം എന്ത് ചെയ്യണം? കച്ചവടത്തെ അല്ല സമർപ്പിക്കേണ്ടത്, കച്ചവടത്തിനോടല്ല നമ്മൾ സമർപ്പണം നടത്തേണ്ടത്. ഇത് നിന്റെ തർത്തീബാണ് പടച്ചവനെ, ഇത് നിന്റെ തീരുമാനമാണ് അല്ലാഹുവേ. റാസിഖ് നീയാണ് അല്ലാഹ്, മാലിക് നീയാണ് അല്ലാഹ്, ഖാദിർ നീയാണ് അല്ലാഹ്. നിന്നെ കൂടാതെ റിസ്ക് നൽകാൻ ആരുമില്ല അല്ലാഹ്, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ആരുമില്ല അല്ലാഹ്, നിന്നെ കൂടാതെ ഞങ്ങളുടെ കടം വീട്ടാൻ ആരുമില്ല അല്ലാഹ്, നിന്നെ കൂടാതെ ഞങ്ങളുടെ മാരകമായ രോഗത്തിന് പരിഹാരം നൽകാൻ ആരുമില്ല അല്ലാഹ്. അതുകൊണ്ട് ഷാഫിയും നീയാണ്, കാഫിയും നീയാണ്, മുആഫിയും നീയാണ്, വാഫിയും നീയാണ്, മാലിക്കും നീയാണ്, ഹക്കീമും നീയാണ്, ഖാദിറും നീയാണ്, റാസിഖും നീയാണ്.